നമ്മുടെ ഭൂമി കണ്ടുപിടിക്കുകയാണ് സ്റ്റേഷനിലേക്ക് മാറി വന്ന പുതിയ CI മറ്റാരുമല്ല സാക്ഷാൽ അജയ് മാധവ് തന്നെയാണെന്ന്. ഭൂമി ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. അജയ് ആണ് പുതിയ CI എന്ന് അറിയുമ്പോഴത്തേക്കും. മാത്രമല്ല അജയ്യെ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടി തിളച്ച ചായ അജയുടെ ദേഹത്ത് എടുത്ത് ഒഴിക്കുന്നുമുണ്ട് ഭൂമി അറിയാതെ. അങ്ങനെ അജയ് ഷട്ടപ്പ് ഗെറ്റ് ഔട്ട് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അജയുടെ വല്യമ്മാവന്റെ സ്വന്തം മോളാണ് ഭൂമി എന്നുള്ള കാര്യം അജയ്ക്കും അറിയില്ല, ഭൂമിക്കും അറിയില്ല തന്റെ മുറച്ചെറുക്കനാണ് ഈ നിൽക്കുന്നതെന്നുള്ളത്. കഥ അടിപൊളി ഉഗ്രൻ ട്വിസ്റ്റിലേക്ക് പോവാണ്. പുതിയ സ്റ്റേഷനിലേക്ക് അജയ് സ്ഥലം മാറി വന്നപ്പോൾ തന്നെ അജയ്ക്ക് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളും DIGയുടെ സ്ട്രിക്റ്റ് ഓർഡറും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അജയുടെ സ്വന്തം വല്യമ്മാവൻ ഫുൾ പവർ കൊടുത്ത് നിൽക്കുവാണ്. എന്തിനാ? നീ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് സത്യസന്ധമായി ചെയ്യണമെന്ന്. അങ്ങനെ ഒത്തിരി ട്വിസ്റ്റുകൾ നിറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്. അപ്പൊ അജയുടെയും ഭൂമിയുടെയും എപ്പിസോഡ് 3 ജൂൺ 3 തീയതിയിലത്തെ എക്സ്പ്ലനേഷൻ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പുതിയ വിശേഷങ്ങളുമായിട്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്, പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാണ്. അപ്പോഴത്തേക്കും അവിടെ പോലീസുകാരെല്ലാം ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഭൂമി കാണുവാണ്. ഭൂമി നേരെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, എനിക്കറിയായിരുന്നു ഇന്നലെ ഞാൻ ഇങ്ങനത്തെ സാഹസങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര സ്വീകരണം ഒരുക്കി തരുമെന്ന്. സ്വർണ്ണക്കൊള്ളയൊക്കെ ഞാനല്ലേ എല്ലാവരും പിടിച്ചത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വലിയ സ്വീകരണം തരുമെന്ന് എനിക്കറിയാം. ബൊക്ക ഇങ്ങ് തന്നേക്ക് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാർ പറയാണ്, ബൊക്ക തരാൻ പറ്റിയ ആള് വരുന്നുണ്ട്, കുറച്ചുകൂടി കാത്തിരിക്കുക. ഇത് പുതിയ CIക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കരടിയും പുലിയൊക്കെയാണ് പുള്ളി, നോക്കിക്കോ, പുള്ളി ആകെ ഒരു മുഷടനാണ് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ദേ കണ്ടോ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ പുതിയ CI വരുമ്പോ പറഞ്ഞേക്ക് എന്നോട് അധികം മുട്ടാനൊന്നും വരണ്ടാന്ന്. പിന്നെ CIക്ക് ഒരു ചായക്കടക്കാരുടെ മുന്നിൽ തരംതാന്ന് നിൽക്കുന്നത് അത് വാല്യൂ കുറവല്ലേ, അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞേക്ക് എന്നോട് മുട്ടാനൊന്നും വരണ്ടെന്ന്. എന്നിട്ട് നേരെ ഭൂമി എന്ത് ചെയ്യാണ്, തട്ടുകടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട്, ഖദീജുമ്മ, പിന്നെ മാത്യു ചേട്ടാ, എന്തൊക്കെയാണ് ചായ എല്ലാവർക്കും തരാൻ കേട്ടോ, കടയൊന്ന് തുറന്നോട്ടെ, വിളക്കൊന്ന് കത്തിക്കട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ഒരു ഓട്ടോയിലൊരു ആൾ വന്നിട്ട് പറയാണ്, മോളെ പാഴ്സൽ എടുത്ത് വെച്ചേക്കണേ എന്ന് പറയുന്നു. ശരി ചേട്ടാ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് ഭൂമി കട തുറക്കുവാണ്. ഭൂമി കട തുറക്കുമ്പോഴത്തേക്ക് ഭൂമിക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ ലക്ഷ്മി, ജോലിക്കാരിയായിട്ടുള്ള ലക്ഷ്മി വരുന്നുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് തട്ടുകടയിലെ പഴംപൊരി ഒക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ കടയുടെ പുറത്തൊരു വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലക്സ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ബുള്ളറ്റ് വട, പിസ്റ്റൽ ബോണ്ട, അതുപോലെ തന്നെ സസ്പെൻഷൻ കോഫി, ജാമ്യം ബോണ്ട എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷന്റെ സൈഡിലാണല്ലോ തട്ടുകട. അപ്പം ആ ലെവലിലുള്ള ഓരോരോ കാര്യങ്ങളാണ് ഭൂമി എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ എന്ത് ചെയ്യാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അജയെ കാണിക്കുവാണ്. അജയ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി ബുള്ളറ്റൊക്കെ ഒതുക്കി വെച്ച് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കറുത്ത താറ് നമ്മുടെ അജയെ ഫോളോ ചെയ്യുന്നത്. ആരാ എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അജയ് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ആ കാറ് അവിടെ നിന്ന് ജീപ്പ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അജയ് ആ ബുള്ളറ്റ് എടുത്തോട്ട് നേരെ അതിനെ ഫോളോ ചെയ്ത് പോയി ആ വണ്ടിക്ക് ക്രോസ് നിൽക്കുകയാണ്. ആരാണ് എന്നെ തടയുന്നതെന്ന് അറിയാനായിട്ട്, എന്നെ ഫോളോ ചെയ്യുന്ന ആരാണെന്ന് അറിയാനായിട്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളൊക്കെ നമ്മുടെ അജയ് ഞെട്ടുവാണ്. എന്നിട്ട് ഒറ്റയടിക്ക് തന്നെ സല്യൂട്ട് ചെയ്യാണ്. വല്യമ്മാവൻ, അജയുടെ അമ്മയുടെ മൂത്ത ചേട്ടൻ, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഭവാനി പറഞ്ഞില്ലേ, നിന്റെ വല്യമ്മാവനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത്, അതായത് സ്വന്തം ചേട്ടനാണ് അനിയനെ കൊന്നതെന്ന് പറഞ്ഞ് അതേ വല്യമ്മാവനാണിത്. അങ്ങനെ വല്യമ്മാവ എന്ന് പറഞ്ഞ് പോയി ഹഗ് ചെയ്യുവാണ്. അപ്പൊ നീ എന്നെ കാണാതെ പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ പോവാണോടാ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് പറയാണ്, ഇല്ല വല്യമ്മാവൻ ഏതോ ടൂറിലാണെന്നാണല്ലോ അമ്മ പറഞ്ഞത്, വല്യമ്മാവൻ എത്തിയോ? അപ്പോൾ പറയണ, ഞാൻ എത്തി, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ, പിന്നെ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു റിട്ടയർഡ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എന്തെങ്കിലും ഉപദേശം വേണോ? പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ പോവല്ലേ നീ? എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിഫോമത്തിനെ എന്താ പറയുക, 2 കാര്യങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത്. ഒന്ന് നമ്മളെ പണം ഓഫർ ചെയ്തുകൊണ്ടും, ഒന്ന് മറ്റു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികൾ. അപ്പോൾ ഇത് രണ്ടിലും വീണ് പോവാതെ ഒറ്റയ്ക്ക് ആവേശം കാണിക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് എന്ത് ചെയ്യുന്നു, അനുഗ്രഹം വാങ്ങിക്കുന്നു. വല്യമ്മാവ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വല്യമ്മാവൻ ഇനി എങ്ങോട്ടാ, ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ഞാൻ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് താറും എടുത്ത് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കോഫി ഷോപ്പില്
എന്ത് ചെയ്യാണ് ഭൂമി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോൾ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ പുറത്തിരുന്ന വിശേഷങ്ങളൊക്കെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി അങ്ങോട്ട് വന്നിട്ട് പറയണം, ഖദീജുമ്മ എന്തായി, ഇതുവരെ കിട്ടിയില്ലല്ലേ, പൈസ കിട്ടിയില്ലല്ലോ, അപ്പൊ നമുക്ക് പരാതി കൊടുക്കാം കേട്ടോ, പെൻഷൻ വന്നില്ലല്ലോ, പരാതി കൊടുക്കാം. പിന്നെ മാത്യുച്ചേട്ടാ വിദേശത്ത് നിന്ന് മക്കൾ നാട്ടിലെത്തിയില്ലല്ലേ, നമുക്ക് അവരെ വരുത്താമല്ലോ. അയ്യോ എനിക്ക് വേണ്ട മോളെ, എന്നെ അവർ നോക്കണ്ട, അവരവരുടെ കാര്യം നോക്കി പൊയ്ക്കോട്ടെ. ദാസനും വിജയനും എന്തായി, കഥയൊക്കെ എഴുതിയിട്ട് എന്തായി, മമ്മൂട്ടി നമ്മുടെ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. ആണോ, മമ്മൂട്ടി പുതിയ ആൾക്കാർക്കൊക്കെ അവസരം കൊടുക്കുന്ന ആളാണ് എന്നിങ്ങനെ ഭൂമി പറയാണ്. എന്നിട്ട് ഭൂമി എന്ത് ചെയ്യാണ്, ഖദീജുമ്മക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അതിന്റെ പരാതി എഴുതുവാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനകത്ത് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുകയാണ്, അജയ് വരുന്നതും കാത്തിട്ട്. അപ്പോഴത്തേക്കും അവിടെ കാറിലെ 2 രാഷ്ട്രീയ പ്രവർത്തകർ വന്നിട്ട് പറയാണ്, എന്റെ പാർട്ടിയിലുള്ള പിള്ളേരെ നിങ്ങൾ വിളിച്ച് അകത്തിട്ടിരിക്കുകയാണോ, തുറന്നു വിടുക എല്ലാത്തിനെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളല്ല, ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്ന പുതിയ CI സാറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ തുറന്നു വിടാൻ പറ്റത്തില്ലെന്ന് പറയാണ് അവര്. അപ്പോഴത്തേക്കും അതങ്ങനെ പറ്റൂല, അത് എൻ്റെ പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി സ്റ്റേഷനകത്ത് പോയിട്ട് പറയാണ്, നമ്മൾ തീരുമാനിക്കും, നമ്മുടെ പാർട്ടി തീരുമാനിക്കും ഇവരകത്ത് പിടിച്ചിടണോ വേണ്ടേ എന്നുള്ള കാര്യം, മര്യാദയ്ക്ക് താക്കോല് തരാൻ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഷനകത്ത് കിടക്കുന്ന ഗുണ്ടകൾ പറയുകയാണത്, അവൻ്റെ പോലീസാണ് എന്നെ അടിച്ചത്, അവനാണ് എന്നെ പിടിച്ചത്, അവൻ്റെ കയ്യിലാ താക്കോലുള്ളതെന്ന് പറയാണ്. അങ്ങനെ താക്കോല് താന്ന് പറഞ്ഞ് അയാളുടെ കരണക്കുറ്റിക്ക് അടി കൊടുത്ത് താക്കോല് പിടിച്ച് വാങ്ങിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകര്. എന്നിട്ട് അവിടെ നിന്നും ജയില് തുറന്നിട്ട് അവിടെ നിന്ന് ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടുവരാണ്. എന്നിട്ട് പറയണേ, പുതിയ CA വരുമ്പോൾ എന്നെ ഒന്നൊന്ന് കാണാൻ പറ, ഇല്ലെങ്കിൽ അവൻ അധികം നാളോടെ വാഴില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അജയ് അങ്ങോട്ട് വന്ന് അയാളെ ചവിട്ടി ഇടുവാണ്. അയാളെ പൊളിറ്റിക്കൽ ആളെ ചവിട്ടി അങ്ങോട്ട് ഇട്ടിട്ട് പറയാണ്, എല്ലാത്തിനും എല്ലാ ആൾക്കാരും ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറക്കൊണ്ടെന്ന് എല്ലാവരും തള്ളി ജയിലിനകത്തേക്ക് കയറ്റിയിട്ട് എന്താണോ എന്ന് ചോദിച്ചോണ്ട് അടിക്കുകയാണ്. എന്താണോ എന്ന് ചോദിച്ചോണ്ട് അടിക്കുവാണ് എല്ലാവരും. അപ്പം ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ അജയ് അയാളെ പൊതിരെ തല്ലുവാണ്. പൊതിരെ തല്ലുന്നു. അപ്പോഴത്തേക്കും പറയാണ് എന്നിട്ട് അയാളെ പിടിച്ച് ജയിലിനകത്തേക്ക് ഇടുവാണ്. അപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ മതി നിന്റെ തൊപ്പി തെറിക്കി വന്ന രാഷ്ട്രീയക്കാരൻ അജയോട് പറയുമ്പോൾ അജയ് പറയാണ്, എന്റെ തൊപ്പി തെറിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തി, നീ തെറിപ്പിക്കലാന്ന് പറയാണ്. പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി മോട്ടിച്ച് നടക്കാൻ നിൽക്കുന്ന നാണമില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പിന്നെ എല്ലാവരുടെ നേരെ തിരികണം. അപ്പൊ എല്ലാവരും നമ്മുടെ അജയ്ക്ക് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നീട് അന്നേരമാണ് പോലീസ് കോൺസ്റ്റബിളിന്റെ കവളിലെ പാട് നമ്മുടെ അജയ് കാണുന്നത്. തനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ തല്ലിയതാണെന്ന് പറയാണ്. നേരെ വന്ന് നമ്മുടെ ജയില് തുറന്ന് പൊളിറ്റിക്കൽ ഓഫീസർ ഇപ്പൊ ജയിലിനകത്താണല്ലോ, അയാളെ പിടിച്ച് പുറത്തിറക്കിയിട്ട് തിരിച്ചു തല്ലടോ, താൻ ഇയാളെ തല്ലിയില്ലെങ്കിൽ ഞാൻ തന്നെ തല്ലുമെന്ന് പോലീസ് കോൺസ്റ്റബിളിനോട് അജയ് പറയാണ്. അങ്ങനെ അജയ് പറഞ്ഞത് പ്രകാരം ഈ പോലീസ് കോൺസ്റ്റബിൾ എന്ത് ചെയ്യാണ്, രാഷ്ട്രീയക്കാരനെ തല്ലുമ്പോൾ അജയ് പറയാണ്, കൂടെ നിന്ന ഒരു സഹപ്രവർത്തകനെ ഇങ്ങനെ തല്ലുമ്പോൾ നീയൊക്കെ നോക്കി നിൽക്കാൻ നാണമുണ്ടോ പോലീസാണെന്ന് പറയാനായിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ്. പിന്നീട് അങ്ങനെ നമ്മുടെ അജയ് ചാർജ് എടുത്തിട്ട് പറയുകയാണ്, എടോ താൻ ഇറങ്ങി പോടോ, അവിടെ നിന്ന് താൻ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ, വേണമെങ്കിൽ പോടോ എന്ന് പൊളിറ്റിക്കൽ ആൾക്കാരോട് പറയുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് പുതിയ സർക്കിളിന് ചായ വേണമെന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റബിൾ വന്ന് നമ്മുടെ ഭൂമിയോട് പറയാണ്. അപ്പോഴത്തേക്കും ഭൂമി ഞാൻ ചായ റെഡിയാക്കി തരാം, പുലി കരടിയാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്, അതാണോ ഇപ്പൊ അകത്ത് ബഹളം കേട്ടതെന്ന് ചോദിച്ചിട്ട് ചായ കൊടുത്തു വിടുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കോൺസ്റ്റബിൾ ചായ അതുപോലെ കൊണ്ട് ഓടി തിരിച്ചു വരുവാണ്. അപ്പൊ കടുപ്പം പോരാന്ന് പറഞ്ഞു. അയ്യോ എങ്കിൽ ഞാൻ കടുപ്പം ഇട്ട് തരാമെന്ന് പറഞ്ഞ് കുറച്ച് കടുപ്പം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വീണ്ടും ചായ അകത്തെ കൊണ്ടൊരു ഓടി പോലീസുകാരൻ തിരിച്ചു വന്നിട്ട് പറയാണ്, പഞ്ചാര കൂടിപ്പോയി എന്ന് പറഞ്ഞു എന്ന്. ആണോ, എങ്കിൽ ഞാൻ പഞ്ചസാര കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി പാലൊഴിക്കുകയാണ്. അപ്പൊ ഞാൻ മീഡിയം ആക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് പോലീസ് കോൺസ്റ്റബിൾ പറയാണ്, പാല് കൂടിപ്പോയത്. അപ്പോഴത്തേക്ക് ഭൂമിക്ക് നല്ല ദേഷ്യം വരണം. അപ്പൊ ഭൂമി പറയാണ്, ഞാൻ തന്നെ നേരിട്ട് പോയി ചായ കൊടുത്തോളാം, ചേട്ടൻ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഭൂമി തന്നെ നേരിട്ട് ചായ കൊടുക്കാനായിട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ അജയ് ചാർജ് എടുത്ത് ക്യാബിനിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പോലീസ് കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഇതാണ് സാർ ആരോഗ്യമന്ത്രിയുടെ മകന്റെ സൂയിസൈഡ് കേസ്, അപ്പൊ ഇതുവരെയും തെളിഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അജയ് പറയാണ്, അത് ആരോഗ്യമന്ത്രി പറയുന്നത് അത് ആരോ കൊന്നതെന്നല്ലേ, നമുക്കത് അന്വേഷിക്കണമെന്ന് പറയാ. അപ്പോഴത്തേക്കും അജയ്ക്ക് ഒരു കോള് വരുവാണ്, DIG ആണ് വിളിക്കുന്നത്. അപ്പൊ ജനപ്രതിനിധിയെ പിടിച്ച് അകത്തിടാൻ തന്നോട് ആരാടോ പറഞ്ഞത്, താൻ എന്താണോ അവിടെ വന്ന ഉടനെ തന്നെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അജയ് നടന്ന സംഭവങ്ങളും സെക്ഷനും എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ താൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, പറ്റത്തില്ല സാർ, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ, സാറിനും ഇതിൽ പങ്കുള്ളതുകൊണ്ടാണോ സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് DIG വരെ നമ്മുടെ CI ആയിട്ടുള്ള അജയ് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് താൻ എന്താണ് എന്നോട് ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സാറിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടും വേണമെങ്കിൽ എന്നെ സസ്പെൻഷൻ ചെയ്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അജയ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇയാളെ കൊണ്ട് എന്നിങ്ങനെ നമ്മുടെ DIG പറയുവാണ്. പിന്നീട് നമ്മുടെ ഭൂമി 3-4 ചായയും കൊണ്ട് സ്റ്റേഷനകത്തോട്ട് വരുക. അപ്പോഴത്തേക്കും അവിടെയുള്ള കോൺസ്റ്റബിൾസിനൊക്കെ ചായ കൊടുക്കുമ്പോഴത്തേക്ക്, എന്താ ഭൂമി ചായ കൊണ്ട് ഇതിനകത്ത്? അപ്പൊ പറയാണ്, പുതിയ CIക്ക് ഞാൻ തന്നെ ചായ കൊടുക്കാം, ഈ എന്താ പറയാ ഏതോ പുലി എന്നല്ലേ പറഞ്ഞു, ഈ പുലിയെ ഞാൻ എലിയാക്കി തരാന്ന് പറഞ്ഞ് നേരെ നമ്മുടെ SIയുടെ ക്യാബിനകത്തേക്ക് കയറുക, CIയുടെ ക്യാബിനകത്തേക്ക് കയറുക. അപ്പൊ നമ്മുടെ അജയ് തിരിഞ്ഞ് ജനാലയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ ഭൂമി നോക്കുമ്പോൾ ആരോ തിരിഞ്ഞു നിൽക്കുന്നു. ഹലോ, നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ചെവി കേട്ടൂടെ എന്നിങ്ങനെ ഭൂമി ചോദിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അജയ് ഇങ്ങനെ ഷട്ട് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കുമാണ്
നമ്മുടെ ഭൂമിയാണ് ഇരിക്കുന്നതെന്ന് കാണുന്നത്. അപ്പോൾ ഭൂമിയും അയ്യോ ഇയാൾ CI ആയിരുന്നോ എന്നിങ്ങനെ ഞെട്ടുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് അപ്പം തന്നെ ദേഷ്യപ്പെട്ടു, ആരോട് ചോദിച്ചിട്ടാണ് ഇനി ഇതിനകത്ത് കയറുന്നത്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഭൂമിയുടെ കയ്യിരിക്കുന്ന ചായ, തിളച്ച ചായ എന്ത് ചെയ്യാണ്, നമ്മുടെ അജയുടെ ദേഹത്ത് ഇങ്ങനെ നെഞ്ചിലോട്ടങ്ങ് വീഴുവാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ അജയ് ഭൂമിയുടെ തട്ടുകടയിൽ അവിടെ വന്നിട്ട് പറയാണ്, നിന്റെ ഈ ബോർഡൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല മാറ്റില്ല, ഇതുപോലെ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള വഴക്കാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ അജയുടെ വല്യമ്മാവനായിട്ടുള്ള നമ്മുടെ സത്യൻ എന്ത് ചെയ്യാണ്, സത്യദാസ് അജയുടെ വല്യമ്മാവനായിട്ടുള്ള നമ്മുടെ സത്യദാസ് വീട്ടിലിരുന്നിട്ട് പറയാണ് എൻ്റെ മോളുടെ ഓർമ്മകൾ, എൻ്റെ കുഞ്ഞുമോളുടെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുഞ്ഞുമോൾ നമ്മുടെ ഭൂമിയാണല്ലോ. അപ്പോൾ ഇത്രയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ട് വരാം. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.